ഏത് സീറ്റ് നിലനിർത്തുമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഉടനുണ്ടാകും. ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നേതാക്കൾ യോഗം ചേരുകയാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിവരങ്ങളുമായി വി ആർ കാർത്തിക് നമുക്കൊപ്പം ചേരുന്നു. കാർത്തിക്, തീരുമാനമെടുക്കേണ്ട സമയം ആയിരിക്കുന്നു. ആ സമയപരിധി കഴിയാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. വളരെ പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് കടക്കുക, അത് വയനാട്ടിലുള്ള ജനങ്ങളെ വേദനിപ്പിക്കാത്ത ഒരു തീരുമാനമാകും എന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ ഒരു സാഹചര്യം കൂടി. ഇത് ഏത് തരത്തിലൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. വയനാടോ റായ്ബറേലിയോ ഏത് സീറ്റ് നിലനിർത്തും രാഹുൽ എന്ന കാര്യത്തിൽ സസ്പെൻസ് അല്പസമയത്തിനകം അവസാനിക്കും. നിർണായക യോഗം ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ഇപ്പോഴും തുടരുകയാണ്. നേരത്തെ തന്നെ ഇതിന്റെ സൂചനകൾ പുറത്തു വന്നിരുന്നു. രാഹുൽ വയനാട് സീറ്റ് ഒഴിയാനാണ് സാധ്യത, റായ്ബറേലി നിലനിർത്തുകയും ചെയ്യും. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ UP-യിൽ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നേരത്തെ ഉയർന്നു വന്നിരുന്നു. നേരത്തെ ചേർന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണം, അതോടൊപ്പം തന്നെ റായ്ബറേലി സീറ്റ് നിലനിർത്തണം എന്നും ഒരു ആവശ്യത്തിനാണ് മേൽക്കൈ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ രാഹുൽ നിർബന്ധിതമാകും. നേരത്തെ പല ഘട്ടങ്ങളിലും രാഹുൽ വയനാട്ടിലെത്തി വോട്ടർമാർക്ക് നന്ദി പറയാൻ എത്തിയപ്പോഴൊക്കെ താൻ ആശയക്കുഴപ്പത്തിലാണ്, എന്ത് തീരുമാനം എടുക്കുന്ന എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലാണ്, ഉടൻ ആ തീരുമാനമെടുക്കും, വയനാടിനും റായ്ബറേലിക്കും സന്തോഷകരമായ ഒരു തീരുമാനം താൻ എടുക്കും എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് രാഹുലിന്റെ അച്ഛനും അമ്മയും ഒക്കെ മത്സരിച്ച വൈകാരിക ബന്ധമുള്ള റായ്ബറേലി നിലനിർത്തേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ വിശാലമായ പാർട്ടി താല്പര്യത്തിനൊപ്പം രാഹുൽ നിലകൊള്ളും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ മാറുന്ന സീറ്റിലേക്ക് പകരക്കാരനായി ആരെത്തും എന്നതാണ്. നേരത്തെ തന്നെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവരുടെ പേരുകൾ സജീവമായി ചർച്ചകളിലുണ്ടായിരുന്നു. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരു വാർത്താക്കുറിപ്പിലൂടെ ഈ തീരുമാനം ACC പുറത്തുവിടുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വയനാടുമായുള്ള വൈകാരിക ബന്ധം, പ്രത്യേകിച്ച് 2019 പ്രതിസന്ധി ഘട്ടങ്ങളിലടക്കം ഒപ്പം നിന്ന വയനാടുമായുള്ള ബന്ധം, വൈകാരിക ബന്ധമടക്കം വിശദീകരിച്ചുകൊണ്ടുള്ളൊരു വാർത്താക്കുറിപ്പാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, അതായത് രാഹുലിന്റെ പിൻഗാമിയായി വയനാട്ടിലടക്കം ആര് മത്സരിക്കും എന്ന കാര്യത്തിലടക്കം തീരുമാനം പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. കാരണം 6 മാസത്തിലധികം സമയമുണ്ട് ഇത്തരത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ അതിൽ വിശാലമായ ചർച്ചകൾക്ക് ശേഷമാവും തീരുമാനം ഉണ്ടാവുക. അതായത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേക്കും എന്നുള്ള അത്തരം ചില സൂചനകൾ നമുക്ക് സ്ഥിരീകരിക്കാവുന്ന സ്ഥിതിയിലല്ല. കേരള നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന്, കേരള നേതാക്കളുടെ ഭാഗത്തുനിന്ന് മറ്റേതെങ്കിലും പേരുകൾ ചർച്ചയ്ക്കൊക്കെ വരുന്നതായിട്ടുണ്ടോ? KC വേണുഗോപാൽ അത്തരം എന്തെങ്കിലും പേരുകൾ ഏതെങ്കിലും നിർദ്ദേശിച്ചതായിട്ടോ മറ്റോ എന്തെങ്കിലും ആ തരത്തിലുള്ള സൂചനകളോ മറ്റോ ഉണ്ടോ? നിലവിൽ പ്രാഥമിക ചർച്ചകളിലേക്ക് പോലും കടന്നിട്ടില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നൊരു അഭിപ്രായം പല കേരള നേതാക്കളും പങ്കുവച്ചിരുന്നു. നേരത്തെ തൃശ്ശൂരിൽ പരാജയപ്പെട്ട K മുരളീധരന് വയനാട് സീറ്റ് നൽകണമെന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ആ പ്രാഥമിക ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല. കാരണം സമയമുണ്ട്. സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് രാഹുലിന്റെ പിൻഗാമിയായി വരണം എന്ന അഭിപ്രായം ശക്തമാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി, ഇത്തരത്തിൽ കുടുംബാധിപത്യം എന്ന ഒരു വിമർശനമാണ് BJP കോൺഗ്രസിനെതിരെ എല്ലാ ഘട്ടത്തിലും ഉന്നയിക്കുന്നത്. ഇപ്പോൾ രാജ്യസഭയിൽ സോണിയാഗാന്ധിയുണ്ട്, റായ്ബറേലിയുടെയും വയനാടിന്റെയും പ്രതിനിധിയായി ഇപ്പോൾ രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇനി പ്രിയങ്ക ഗാന്ധി കൂടി ഇതിലേതെങ്കിലും ഒരു സീറ്റിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയാൽ ഇത്തരത്തിൽ കുടുംബാധിപത്യം എന്ന BJPയുടെ വിമർശനം കൂടുതൽ ശക്തമാകും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു വിമർശനം വരും എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സോണിയാഗാന്ധി അടക്കമുള്ളവർക്ക് പ്രിയങ്ക ഗാന്ധി ഈ ഘട്ടത്തിൽ മത്സരരംഗത്തേക്ക് വരുന്നതിനോട്, പാർലമെന്ററി രംഗത്തേക്ക് വരുന്നതിനോട് ഒരു താല്പര്യമില്ല എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏതായാലും ഇന്ന് ചേരുന്ന ഈ യോഗത്തിൽ അല്പസമയത്തിനകം തന്നെ രാഹുൽ ഏത് സീറ്റ് നിലനിർത്തും എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ രാഹുലിന്റെ പിൻഗാമിയായി മത്സരരംഗത്തേക്ക് വരുമോ, രാഹുൽ ഒഴിയുന്ന സീറ്റിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനം ഇനി അധികം വൈകില്ല. വയനാടോ റായ്ബറേലിയോ അല്പസമയത്തിനകം അറിയാം. വിവരങ്ങൾ നൽകിയത് വി ആർ കാർത്തിക്.